ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ പഠിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ഭാവി മറ്റൊരാൾ കെട്ടിപ്പടുക്കുകയാണ്. കഴിവ് നിങ്ങളെ രക്ഷിക്കില്ല. ഭാഗ്യം നിങ്ങളെ രക്ഷിക്കില്ല. ദിവസവും ചെയ്യുന്ന ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പരിശ്രമം മാത്രമേ ഫലം ചെയ്യൂ. നിങ്ങൾ ജീവിതത്തിൽ പിന്നോട്ടു പോകുന്നതിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കൂ. കഠിനാധ്വാനം ചെയ്ത് പഠിക്കുക എന്നത് പഠനമുറിയിലെ ഏറ്റവും മിടുക്കനായ വ്യക്തിയാകുക എന്നതല്ല. നിങ്ങളുടെ മനസ്സ് സുഖം ആഗ്രഹിക്കുമ്പോഴും ശരീരം വിശ്രമം ആഗ്രഹിക്കുമ്പോഴും അത് പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നിങ്ങൾ ഒഴിവാക്കുന്ന ഓരോ പേജും നാളെ സമ്മർദ്ദമായി മാറുന്നു. നിങ്ങൾ ഇപ്പോൾ നിക്ഷേപിക്കുന്ന ഓരോ മണിക്കൂറും പിന്നീട് സ്വാതന്ത്ര്യമായി മാറുന്നു. വിജയം മോട്ടിവേഷനിൽ നിന്ന് മാത്രമല്ല വരുന്നത്. മോട്ടിവേഷൻ അപ്രത്യക്ഷമാകുമ്പോൾ അത് അച്ചടക്കത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായ സാഹചര്യങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു തീരുമാനം ആവശ്യമാണ്. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഒഴികഴിവുകൾ ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ഫോൺ എപ്പോഴും അവിടെ ഉണ്ടാകും. വിനോദം ഒരിക്കലും അവസാനിക്കില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഘട്ടം, നിങ്ങളുടെ അടിത്തറ പണിയാനുള്ള ഈ അവസരം തിരിച്ചു വരില്ല. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അദൃശ്യമായ ഒന്ന് ലഭിക്കും: ആത്മാഭിമാനം. ഓരോ കഠിനമായ സെഷനും നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥതകൾ സഹിക്കാൻ പരിശീലിപ്പിക്കുന്നു. മാർക്കിനേക്കാളും സർട്ടിഫിക്കറ്റുകളെക്കാളും ഉപരിയായി ആ കഴിവാണ് ജീവിതത്തിൽ ആരാണ് ജയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പരീക്ഷ അടുത്തിരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ത്യാഗങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന നിങ്ങളുടെ താഴെയുള്ളവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു അധ്യായം അത് പുരോഗതിയാണ്. ഒരു സത്യസന്ധമായി ചിലവഴിക്കുന്ന മണിക്കൂർ അത് ശക്തിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് പഠനം ഉപേക്ഷിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ഓർമ്മിക്കുക: അച്ചടക്കത്തിൻ്റെ വേദന ഒരു നിമിഷം നീണ്ടു നിൽക്കും. പക്ഷാതാപത്തിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും. സ്ക്രീനിൽ സമയം ചിലവഴിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പുസ്തകം തുറക്കുക. നിങ്ങൾ തയ്യാറല്ലെന്ന് തോന്നിയാലും പഠിക്കാൻ ഇരിക്കുക. കാരണം വർഷങ്ങൾക്കു ശേഷം നിങ്ങൾക്ക് ആ സമ്മർദ്ദം ഓർമ്മിക്കാൻ കഴിയില്ല. നിങ്ങൾ പിന്മാറിയിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കും. നിങ്ങളുടെ ഭാവി ഇപ്പോൾ ആരംഭിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.